ഇന്ന് നമ്മൾ വിശദമായി നോക്കുന്നത് നിങ്ങൾ തന്ന ഈ വിവരങ്ങളാണ്. അതായത് കേരളത്തിൽ ഒരു കയർപിത്ത് നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്നതിനെക്കുറിച്ച്. ഒറ്റനോട്ടത്തിൽ പരിസ്ഥിതിക്ക് നല്ലത്, ലാഭമുണ്ടാക്കാൻ പറ്റുന്നത്, പിന്നെ ലോകം മുഴുവൻ ആളുകൾക്ക് വേണ്ട ഒരു സാധനം. അങ്ങനെ ഒരു സംരംഭം. അപ്പോൾ ഇതെങ്ങനെ തുടങ്ങാം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം, അല്ലേ? ശരിയാണ്. ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതിന്റെ അസംസ്കൃത വസ്തു, അതായത് ചകിരി, അതിവിടെ കേരളത്തിൽ ഇഷ്ടം പോലെ കിട്ടും. അതും കുറഞ്ഞ ചിലവില്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ കുറെ സഹായങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ രേഖകൾ വെച്ച് നോക്കുമ്പോൾ ഒരു തുടക്കക്കാരനും അല്ലെങ്കിൽ കുറച്ച് പരിചയമുള്ള ആൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഒന്നാണ്. ഓക്കെ, അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടി എന്താണ് ഈ കയർപിത്ത് എന്ന് വളരെ ലളിതമായിട്ടൊന്ന് പറയാമോ? പറയാം. ഇത് തേങ്ങയുടെ തൊണ്ടില്ലേ, അതിന്നെടുക്കുന്ന വളരെ സോഫ്റ്റായിട്ടുള്ള നാരുകളാണ്. കൃഷിക്കും പിന്നെ ഗാർഡനിങ്ങിനുമൊക്കെ മണ്ണിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന്. വെള്ളം നന്നായി പിടിച്ചു വയ്ക്കും, ചെടിയുടെ വേരിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലേ? അതെ അതെ, വേരുകൾക്ക് നല്ല ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കും. പിന്നെ ഏറ്റവും പ്രധാനം, ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ്, ഒരു കെമിക്കലുമില്ല. കൊള്ളാം. അപ്പോ ഇതിന്റെ വിപണി സാധ്യതയോ? ഈ രേഖകളിൽ അതേപ്പറ്റി എന്തു പറയുന്നു? വിപണി വലുതാണ്. അമേരിക്ക, ജർമ്മനി, പിന്നെ നമ്മുടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ഇവരൊക്കെ വലിയ അളവിൽ ഇത് വാങ്ങുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഓർഗാനിക് ഫാമിങ്ങിനൊക്കെ പ്രാധാന്യം കൂടുമല്ലോ. അപ്പോ ഇതിന്റെ ആവശ്യം കൂടിക്കൂടി വരികയാണ്. അതാണ് കണക്കുകൾ കാണിക്കുന്നത്. കയറ്റുമതി മാത്രമല്ല അല്ലേ, നമ്മുടെ നാട്ടിലും ആവശ്യക്കാരുണ്ടാവുമല്ലോ? തീർച്ചയായും. നമ്മുടെ നാട്ടിലെ നഴ്സറികൾ, പിന്നെ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ ഇത് വേണം. പല രൂപത്തിൽ ഇത് വിൽക്കാം. ഇങ്ങനെ കട്ടകളായിട്ട് ബ്ലോക്ക് പോലെ, അല്ലെങ്കിൽ ചെടി നടാനുള്ള ഗ്രോ ബാഗായിട്ട്, ചിലപ്പോൾ വളമൊക്കെ ചേർത്ത് മിക്സായിട്ട്, എന്തിനേറെ ഈ കയറ് വെച്ചുള്ള ചെടിച്ചട്ടികൾ വരെ ഉണ്ടാക്കി വിൽക്കുന്നു. വിപണിയിലേക്ക് എത്തണമെങ്കിൽ നല്ലൊരു യൂണിറ്റ് വേണം. ഈ പറഞ്ഞ മിഷനറികൾ ഏതൊക്കെയാണിതിൽ പ്രധാനം? പ്രധാനമായിട്ടും ഒരു 5 വേണം. ഒന്ന്, ചകിരിയിൽ നിന്ന് നാര് വേർതിരിച്ചെടുക്കാൻ ഒരു മെഷീൻ. പിന്നെ ആ നാര് ക്ലീൻ ചെയ്ത് തരം തിരിക്കാൻ ഒരു അരിപ്പയന്ത്രം, അതായത് സീവിംഗ് മെഷീൻ. പിന്നെ അത് ഉണക്കാനുള്ള ഒരു സെറ്റപ്പ്. വെയിലത്ത് വെച്ച് സോളാർ ഡ്രയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡ്രയർ ആകാം. അത് കഴിഞ്ഞാൽ ഉണങ്ങിയ പിത്ത് അമർത്തി നല്ല കട്ടകളാക്കുന്ന പ്രസ്സിംഗ് മെഷീൻ. പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്യാനുള്ള ഒരു മെഷീനും. ഈ രേഖകളിൽ പറയുന്നത് പോലെ ഈ ഫൈബർ എടുക്കുന്ന മെഷീന്റെയും അരിപ്പയുടെയുമൊക്കെ ക്വാളിറ്റി, അത് അവസാനത്തെ പ്രോഡക്റ്റിനെ നന്നായി ബാധിക്കും. അപ്പോൾ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ശരിയാണ്, ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഏകദേശം എന്ന് ചെലവ് വരും ഈ രേഖകൾ പ്രകാരം? നോക്കൂ, ഒരു ചെറിയ യൂണിറ്റ്, അതായത് വലിയ ഓട്ടോമേഷൻ ഒന്നുമില്ലാത്ത കുറച്ചൊക്കെ മാനുവലായിട്ട് ചെയ്യുന്ന ഒന്നിന് ഒരു 3 ലക്ഷം രൂപ തൊട്ട് 5 ലക്ഷം വരെ പ്രതീക്ഷിക്കാം. 3 മുതൽ 5 ലക്ഷം. അതെ. അതിൽ ഈ പറഞ്ഞ ബേസിക് മെഷീനറികള്, ഉണക്കാനുള്ള കുറച്ച് സ്ഥലം, പാക്കിംഗ്, പിന്നെ ആദ്യത്തെ കുറച്ച് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നത്, അതൊക്കെ വരും. ഇനിയിപ്പോ കയറ്റുമതിയൊക്കെ ലക്ഷ്യമിട്ട് കുറച്ചുകൂടി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ ബ്രിക്കറ്റിംഗ് മെഷീനൊക്കെ വെച്ചുള്ള ഒരു ഇടത്തരം യൂണിറ്റ് ആണെങ്കിൽ ഒരു 10 ലക്ഷം തൊട്ട് 20 ലക്ഷം വരെ ആയേക്കാം. പിന്നെ ഇതിന്റെ ഒരു ഗുണം, ബിസിനസ് വളരുന്നതിനനുസരിച്ച് പതിയെ പതിയെ യൂണിറ്റ് വലുതാക്കാം. ഈ മുതൽ മുടക്കിന്റെ കാര്യം പറയുമ്പോൾ സർക്കാർ സഹായങ്ങളെക്കുറിച്ചും ഇതിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? നല്ല സഹായങ്ങളുണ്ട്. ഈ കയർ ഉദ്യാമി യോജന, CUY എന്ന് പറയും. അതുവഴി മെഷീനറിക്കും മറ്റു കാര്യങ്ങൾക്കും നമ്മൾ മുടക്കുന്നതിന്റെ 40% വരെ സബ്സിഡി കിട്ടാൻ സാധ്യതയുണ്ട്. 40%? അതെ, അതൊരു വലിയ സഹായമാണ്. അതുകൂടാതെ പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി, അതായത് PMEGP, അതുവഴി പുതിയ സംരംഭങ്ങൾക്ക് ഒരു 25 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. അതിൽ തന്നെ നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നു, സ്ഥലം എവിടെയാണ് എന്നൊക്കെ നോക്കി 15 തൊട്ട് 35% വരെ സബ്സിഡിയും കിട്ടാൻ സാധ്യതയുണ്ട്. കൊള്ളാം. വേറെയും സഹായങ്ങളുണ്ടോ? ട്രെയിനിംഗ് പോലെ? ഉണ്ട്. MSMEയിൽ രജിസ്റ്റർ ചെയ്താൽ, പിന്നെ കയർ ബോർഡുമായി ബന്ധപ്പെട്ടാൽ അവർ സൗജന്യ പരിശീലനം തരും. കയറ്റുമതിക്ക് വേണ്ട സപ്പോർട്ട്, മാർക്കറ്റിംഗ് സഹായം, പിന്നെ ഈ വ്യാപാരമേളകളിലൊക്കെ പങ്കെടുക്കാൻ അവസരം, അതൊക്കെയുണ്ട്. തുടങ്ങാനുള്ള സ്റ്റെപ്പുകളും സിമ്പിളാണ്. സ്ഥലം നോക്കുക, മെഷീനറി വാങ്ങുക, രജിസ്ട്രേഷൻ ചെയ്യുക, ലോണിനും സബ്സിഡിക്കും അപേക്ഷിക്കുക, പ്രൊഡക്ഷൻ തുടങ്ങുക. അത്രേ ഉള്ളൂ. അപ്പോ നിങ്ങൾ ഈ പങ്കുവെച്ച വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കയർപിത്ത് ബിസിനസ് എന്നത് പരിസ്ഥിതിക്ക് മാത്രമല്ല, സാമ്പത്തികമായിട്ടും നല്ലൊരു ഓപ്ഷനാണ്.
ആവശ്യത്തിന് റോ മെറ്റീരിയൽ ഇവിടെ തന്നെയുണ്ട്, ലോകം മുഴുവൻ മാർക്കറ്റുണ്ട്, സർക്കാരിന്റെ പിന്തുണയുണ്ട്. പിന്നെ തുടങ്ങാനൊരു 3-5 ലക്ഷം രൂപ മതി എന്നത് നല്ല കാര്യമാണ്. ശരിയാണ്. അതുപോലെ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കി വിൽക്കാനും പറ്റുമെന്നതും ഒരു വലിയ സാധ്യതയാണ്, അല്ലേ? തീർച്ചയായും. ഓൺലൈൻ സാധ്യതകൾ വലുതാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കൂ. ഒരു കാലത്ത് നമ്മൾ ഒരുപക്ഷെ അത്ര വില കൊടുക്കാതിരുന്ന ഒന്നാണ് ഈ തേങ്ങയുടെ തൊണ്ട്, അല്ലേ? അതിൽ നിന്നുള്ള ഈ ഭാഗം അതെങ്ങനെയാണിപ്പോൾ ഇത്ര കൃത്യമായ രീതിയിൽ പ്രോസസ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് ഒരു ഗ്ലോബൽ പ്രോഡക്റ്റായത്? ഇതുപോലെ നമ്മുടെ ചുറ്റും കാണുന്ന എത്ര സാധനങ്ങളാണ് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളിലൂടെ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വലിയ ബിസിനസ് അവസരങ്ങളാക്കി മാറ്റാൻ പറ്റുന്നത്? അതൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്.